ഇന്ത്യ വിരുദ്ധത പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം അമേരിക്ക ഫണ്ട് ചെയ്യുന്ന ഡോജ് ഫണ്ട് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്തകൾ പുറത്തു വന്നതാണ്. ഇതിനു പിന്നാലെ കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ട്രംപ് വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ഈ ഡോജ് ഫണ്ട് നിർത്തലാക്കി $21 മില്യൺ ഡോജ് ഫണ്ടായിട്ട് ഇന്ത്യയിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു പറ്റുന്നത് ഇത് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഫണ്ടാണ്, അതായത് നമ്മുടെ രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഫണ്ടാണ് എന്നുള്ളതാണ്. അതായത് ബംഗ്ലാദേശിന് USA കൊടുക്കുന്നത് പോലെ അമേരിക്ക നമുക്കായിട്ട് തരുന്ന ഒരു ഫണ്ടാണ് ഈ ഡോജ് ഫണ്ട് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. ഡോജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പല NGOകൾ വഴി കേരളത്തിലെ അടക്കമുള്ള പല മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ലഭിക്കുന്ന അമേരിക്കയുടെ ചാരപ്പണമാണ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഈ പണം ഒരുപാട് രാജ്യവിരുദ്ധത പടർത്തുന്ന യൂട്യൂബർമാർക്കും പോരാത്തതിന് മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 21 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 182 കോടിയോളം രൂപയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ 182 കോടി രൂപ ഇവിടെ അമേരിക്ക ഇറക്കുന്നത്, ഈ ഡോജ് ഫണ്ട് എന്ന പേരിൽ അമേരിക്ക ഇറക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ ലക്ഷ്യം അവർ പറയുന്നത് വോട്ട് ചെയ്യാനായിട്ട്, ജനാധിപത്യം ശക്തിപ്പെടുത്താനായിട്ടും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനാണ് ഇത് ഇറക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 182 കോടി രൂപ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ 145 കോടി വരുന്ന ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനായിട്ട് വെറും എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുകയേ അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇപ്പോൾ ട്രംപ് വന്ന ശേഷം ഇത് നിർത്തലാക്കിയിരിക്കുകയാണ്. ട്രംപ് നിർത്തലാക്കിയ ശേഷം ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ചർച്ചകൾക്കൊടുവിലാണ് ഇത് ഇന്ത്യ വിരുദ്ധത പടർത്താനായി ഇങ്ങോട്ടേക്ക്, അതായത് ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ CIA അടക്കമുള്ള ചാര സംഘടനകൾ ഒഴുക്കുന്ന ഫണ്ടാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. ഇതുപോലെ NGOകൾ വഴിയുമാണ് ഇവിടെ വരുന്നത്. എന്തായാലും ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി $21 മില്യൺ അമേരിക്കൻ ഫണ്ട് തടഞ്ഞു വെക്കാനുള്ള ഡോജിന്റെ ആ തീരുമാനം അത് ട്രംപ് ശരിവെച്ചിരിക്കുകയാണ്. അത് നല്ലതാണെന്നാണ് പറയുന്നത്. ഡോജിന്റെ തലപ്പത്തിരിക്കുന്ന ഇലോൺ മസ്കാണ് ഈ തീരുമാനമെടുത്തത്. എന്നിട്ട് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഇന്ത്യക്ക് ഞങ്ങൾ എന്തിനാണ് പണം നൽകുന്നത് എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. പോരാത്തതിന് ഇന്ത്യ ട്രംപിന്റെ താരിഫ് കിങ് എന്നാണ് വിളിച്ചത്. താരിഫ് കിങ് ആയ ഇന്ത്യക്ക് പണം നൽകേണ്ട ആവശ്യമില്ല, ഇന്ത്യയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അവരുടെ രാജ്യത്തേക്ക് നോക്കൂ, അവർ ഇറക്കുമതി ചെയ്യുന്ന പല വസ്തുക്കൾക്കും അവർ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ വലിയ താരിഫാണ്, വളരെ വലിയ രീതിയിൽ അവർ പണം പിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ ധനാഢ്യമായ ഒരു രാജ്യത്തിന് എന്തിനാണ് ഞങ്ങളുടെ പൈസ എന്നാണ് ട്രംപ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഈ വെടി, അതായത് ട്രംപ് പൊട്ടിച്ചിരിക്കുന്ന ഈ വെടി കൊണ്ടത് കേരളത്തിലെ അടക്കം മാധ്യമങ്ങളുടെ നെഞ്ചത്താണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം അടക്കം ദക്ഷിണേന്ത്യയിൽ ഈ രാജ്യവിരുദ്ധതയ്ക്ക് കൂട്ടുപിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ആ മാധ്യമത്തിന്റെ പേര് ഒഫീഷ്യലായി കേന്ദ്ര സർക്കാർ പറയാത്തത് കൊണ്ടാണ് ഞങ്ങളത് പുറത്തുവിടാത്തത്. ആ പേര് ഉടനെ തന്നെ ഞങ്ങൾ പറയുന്നതായിരിക്കും. എന്തായാലും ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത. ഉടനെ തന്നെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വരും. ആ അന്വേഷണം പേടിച്ചിട്ടാണോ എന്നറിയില്ല. കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ട്രംപ് ഇന്ത്യ വിരുദ്ധത പറയുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ ഓരോ ദിവസവും ഇപ്പോൾ കൂട്ടിക്കൂട്ടി അതിന്റെ അളവ് കൂട്ടിക്കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇന്ത്യക്കെതിരെ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ട്രംപ് അപമാനിച്ചു, അധിക്ഷേപിച്ചു, ഈ ഫണ്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞു വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. യഥാർത്ഥത്തിൽ ഇവർ വാർത്ത പടച്ചു വിടുന്നത് ഇന്ത്യയുടെ ഫണ്ട് നിർത്തി എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് കിട്ടുന്ന ഫണ്ടല്ല, ഇത് ഇവർക്ക് മാത്രം കിട്ടുന്നതാണ്. ഇവർക്ക് സുഖിക്കാനും ഇവർക്ക് രാജ്യവിരുദ്ധത പടർത്താനും മാത്രം കിട്ടുന്ന ഒരു ഫണ്ടാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.